അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തുപോകാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ. ഒരു 1000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവര് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അങ്ങനെ ചോദിച്ചു കുറച്ച് സാരികൾ കാണിച്ചു തരാം ചോദിച്ചു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഇതിന് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി ട്ടോ. നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മെൽമിൽ കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി സാരി കണ്ടോ. ഇതാണ് ട്ടോ എൻ്റെ മുന്താണി വരുന്നത്. ബാക്കി ദേ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാ സൈഡും ബോഡി ഫുള്ളും ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത്. അതേ സെയിം ഇതിൽ തന്നെയാണ് കണ്ടോ. ഒരു മെറൂൺ ഇതാണ് കേട്ടോ. മെൽമിൽ കോട്ടൻ്റെ ഒരു വ്യത്യസ്ത ഒരു മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. ഈ ഒരു മെറൂൺ കളറാണ് വിത്ത് ബ്ലൗസ് വരുന്നത്. ഇതാണ് മുന്താണി കേട്ടോ. ബാക്കി ദേ ഇതൊരു എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമല്ല, മഴക്കാലത്തിൻ്റെ കഫക്കെട്ട്, ചുമ, തൊണ്ടവേദന എല്ലാവിധ അസുഖങ്ങളും ഇപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പനിക്ക് എത്താനും ആ ഉഷാറൊക്കെ പോയി വയ്യ തീരെ. കണ്ണിന്നൊക്കെ ഇങ്ങനെ ചൂട് കാണുന്നുണ്ട്. അപ്പോൾ ശബ്ദത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കണ്ണിന്ന് ചൂട് കാണുന്നപ്പോൾ ഒരാൾ കണ്ണ് നോക്കണു. എന്താ വെച്ചാൽ പനി വരാൻ ലക്ഷണമാണ് ഇങ്ങനെ ചൂല് പിടിച്ചോടൊപ്പം ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഈ അടിപൊളി സാരികളായിട്ട് ഞാൻ ചുമ്മാ പറയട്ടെ, ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അല്ലാതെ ഇങ്ങനെ നമ്മൾ ചോദിച്ചടിച്ചത് ഞാൻ ഒരാൾ നമ്മളൊരു പൊതിക്ക് മേടിച്ചിട്ട് കാര്യമില്ല. ഇതേപോലെ ഈ ഒരു സാരി എന്ത് രസം എന്ന് പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി കളറുകളും ജോലിക്ക് പോകണതൊക്കെ ആയാലും ഡെയിലി യൂസ് ചെയ്യുന്നതൊക്കെ നല്ല സാരിയായിട്ട് നല്ലൊരു കോട്ടൺ ആട്ടോ വരുന്നത്. വെൽവെറ്റ് കോട്ടണിൽ തന്നെ ഒന്നുകൂടി കട്ടിയുള്ള ഒരു മോഡലാണ്. ഇതിനൊക്കെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ഇപ്പൊ ഈ കാണിച്ചതിനൊക്കെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ദാ ഇതിനൊക്കെ വിത്ത് ബ്ലൗസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കളറൊക്കെ കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതേപോലെ കുറേ ദിവസമായിട്ട് ഞാൻ കണ്ണിട്ട് കിടക്കുന്ന ഒരു കളറായിട്ട് ഇത് ഈ ഒരു വാഴക്കൂമ്പിന്റെ കളർ ഇത്ര സ്ട്രോങ് കളറല്ലാട്ട് ഇതിനേക്കാളും ലൈറ്റാണ്. ഈ വീഡിയോയ്ക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയി തോന്നുന്നത്. പക്ഷെ ഇതിൻ്റെ ഒന്നുകൂടി ലൈറ്റ്. പക്ഷെ ഇതൊരു രസമാണെന്ന് അറിയും. ആ ഒരു സാരി ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നല്ല തുണി, നല്ല ഒതുങ്ങി എടുക്കുന്ന നല്ലൊരു തുണിയാട്ടാ. അപ്പോൾ ഇത് വേണ്ടവർ ഇതിൻ്റെ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ സാരി ഓർഡർ ചെയ്ത് മേടിച്ചതായിട്ട് എനിക്ക് ശരിയില്ല. എന്താ വെച്ചാൽ ഈ ഓർഡർ ചെയ്യാൻ അറിയാത്ത തന്നെയായിരുന്നു പ്രശ്നം. അപ്പോൾ ഇത് അങ്ങനെയില്ല. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൃപ സാരീസിൽ കാണിക്കുന്നത് നമ്മുടെ ജോർജറ്റും മെറ്റീരിയൽ വരുന്ന സാരികളാണ് കേട്ടോ. നമ്മൾ മുന്നേ എടുത്തപ്പോഴും കുറേ ആൾക്കാരൊന്ന് ചോദിച്ചിട്ടുണ്ട് ഈ സാരി എവിടുന്നാണ് മേടിച്ചത്. പക്ഷെ അന്ന് നമുക്ക് സാരിയുടെ ബിസിനസ്സോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഉടുത്താലോ ഒരു രക്ഷയില്ലാത്ത നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ തടിയുള്ള കാരണം എപ്പോഴും സാരി ഉടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിലും ഫിഗറിലും ഒതുങ്ങി കിടക്കുന്ന സാരികളാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു മോഡൽ സാരിയാണ് കേട്ടോ. അതൊക്കെ അടിപൊളി ബ്ലാക്കും വൈറ്റും കേട്ടോ. നമുക്ക് ഒരു ഡാർക്ക് ബ്ലാക്ക് കണ്ട. പിന്നെ ഈ അടുത്തത് വരുന്ന നല്ല ഇതിന് കാണുന്നേക്കാളും അടിപൊളി നല്ലൊരു ഡാർക്ക് മെറൂണാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു കളർ വരുന്നത്. കുറച്ച് തെറ്റുകളൊക്കെ പറ്റും, ക്ഷമിക്കുക. അടുത്തത് നോക്കിയ ബ്ലൂ കളർ. ഓ ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ എന്താ പറയുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലും കളറുകളാണ് കേട്ടോ. ഇനി ഇതിന് തന്നെ വേറെ അടുത്തൊരു ഡബിൾ കളറിൽ വരുന്ന ഒരു ബ്ലാക്കും നല്ല ഡാർക്ക് മെറൂണായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. നല്ല റെഡും ബ്ലാക്കും ആണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ഓക്കെ കണ്ട ബ്ലൂവും ബ്ലാക്കും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ബൈ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ പകുതിയിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനും കരയാനും ചിന്തിക്കാനും. അപ്പോൾ ഇന്നത്തെ ഒരു വിഷമം അത് കഴിഞ്ഞു. അതിങ്ങനെ സംസാരിച്ചു നമുക്ക് ഓരോന്ന് കാണുമ്പോഴും മനസ്സിലാവുന്ന കാര്യങ്ങളിലാണ് നമുക്ക് ഓരോന്ന് മനസ്സിലാവുക. അപ്പം അതൊന്നും സാരില്ല. നമുക്ക് എന്തൊക്കെ നമ്മൾ അനുഭവിക്കാണ്ടോ അതൊക്കെ നമ്മൾ ജന്മത്തെ അനുഭവിച്ചേ പറ്റൂല കേട്ടോ. നമ്മളെങ്ങനെ നിന്നിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ വന്നത് ഇനി ഞങ്ങളൊരു വിഷമം, ഇന്നത്തെ ഒരു വിഷമം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു നവംബർ വന്നു കഴിഞ്ഞാൽ 5 വർഷമായി
ഇവ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് വണ്ടി ഞങ്ങളുടെ കാറ് ഇന്നത് പോവാണ്, ഇന്ന് വിൽക്കാണ്. കാർ വിറ്റു. പിന്നെ കാറിൻ്റെ ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകും. വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് വെച്ചാൽ നല്ല വിഷമമുണ്ട്. പക്ഷെ നമുക്ക് വിറ്റേ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നമുക്ക് ഈ ഷോപ്പും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പോകാനും പിടിക്കാനും ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ച് നമ്മളോട് താങ്ങണില്ല. പെട്രോളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് ഇഷ്ടം പോലെ കൊണ്ടാക്കൽ കൊണ്ടില് ഒരു 2 ദിവസത്തേക്കുള്ളൂ. ഒരു 1500 രൂപയുടെ പെട്രോൾ അടിച്ചാൽ ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ ഒരു ദിവസം, അങ്ങനെയുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോഴൊക്കെ 3000-4000 രൂപയ്ക്കൊക്കെയാണ് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ ഒരു മാസം ഇങ്ങനെ പോയാലും നമ്മളൊരു 30,000 രൂപ മാക്സിമം നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ വീട്ടിൽ സോളാറുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഒരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. ശരിയാവോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. ഒന്നും അതിനെ പറ്റി ഒന്നും അറിയില്ല. കിട്ടി പോയി അത്രേ ഉള്ളൂ. അതൊന്നും നമുക്ക് ഫൈനലായിട്ടില്ല. ഒരു ഇലക്ട്രിക് വണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൂപ്പര് കച്ചവടമായി. നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു കച്ചവടത്തിന് ഇട്ടു. അപ്പോൾ കച്ചവടമായി. എന്തായാലും ഈ ഇത് എടുക്കണവരാരാന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊരു ബന്ധമില്ല. കച്ചവടക്കാരാണ് കൊണ്ടുപോകുന്നത്. അപ്പം എന്തായാലും ആരായാലും പൊന്നുപോലെ നോക്കട്ടെ അല്ലേ? അത്ര പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ഓണറാണ് അനിയേട്ടൻ. ആ അനിയേട്ടൻ മക്കളെ നോക്കണ പോലെയാണ് ഈ വണ്ടി നോക്കിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇറക്കുക, വണ്ടി അങ്ങനെ എന്താ പറയില്ലേ, അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതൊന്നും നമുക്ക് കയ്യിൽ കാശും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ വണ്ടി ഒരുപാട് ഭംഗി വരുത്തൊക്കെയായിരുന്നു. പക്ഷേ ഈ ഉള്ളത് കഴുകി വൃത്തിയാക്കി തുടച്ചു അല്ലാണ്ട് ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് 5 വർഷമായി. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്വിഫ്റ്റ്. ലൈഫിൽ മറക്കില്ല. എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോയി ഞങ്ങൾക്ക് BRD ആദ്യമായിട്ട് ഞങ്ങൾ മേടിച്ചത് ഞങ്ങളുടെ വണ്ടിയാണത്, കാർ. അപ്പോൾ ആ ഒരു BRD ഈ ഒരു കാറും ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മറക്കില്ല. നമ്മളെ ഗതികേടോടാണ് വിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ ഗതിയുണ്ടെങ്കിൽ വിൽക്കില്ല. ഇത് നമ്മുടെ വണ്ടി സൈഡിലാണ്. കൊടുക്കുമ്പോഴോട് എന്താണ് പറഞ്ഞത്, ഈ വണ്ടി നമ്മൾ പോവുകയാണെന്നുള്ളത്. അപ്പോൾ കുളിക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മ പറഞ്ഞ ഇലക്ട്രിക് വണ്ടി ഉണ്ട്, അപ്പോൾ 2 വണ്ടി ഉണ്ടാവുമെന്ന് വിചാരിച്ചേ. അപ്പോൾ അവരെ മനസ്സിലതായിരുന്നു. ഈ വണ്ടി കൊടുക്കാൻ ആർക്കും ഇഷ്ടമില്ല. പെട്ടെന്നാണ് ഇന്നലെ അവരെ വിളിച്ചിട്ട് വണ്ടി കൊണ്ടുപോട്ടാ. എന്താ വെച്ചാൽ അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ ഇടണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നല്ലേ. ഇന്നത്തെ ദിവസം ഒരു സമാധാനമുള്ള ദിവസമല്ല. ഇനി കുറച്ച് ദിവസം നമ്മുടെ ഇവിടെ വണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദിവസമായിട്ട് വണ്ടിക്ക് നമുക്ക് നല്ല പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല റേറ്റിലാണ് നമുക്ക് ഈ വണ്ടി കച്ചവടം ആയത് അല്ലേ? എന്നുവെച്ചാൽ ഈ വണ്ടി ആരായാലും അങ്ങനെ എടുത്തു പോകും. നമ്മൾ അറിയണവർക്ക് തന്നെ ഈ വണ്ടി എടുക്കണമെന്നുണ്ട്. ശബ്ദം കിട്ടില്ല. അപ്പം ഞങ്ങളുടെ കാർ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരികണ്ടാണ് വിളിച്ചത്. നല്ല വിഷമം വെച്ചാൽ നല്ല വിഷമം. നമ്മുടെ മനസ്സിന് പൊട്ടി പോണ ഒരു സാഹചര്യമാണ്. വൈകുന്നേരം വരെ ഉണ്ടാവും വിചാരിച്ചു. ഇത്ര നാളും ഞങ്ങളുടെ മാത്രമായ വണ്ടി അല്ലേ? അങ്ങനെയാണ് അല്ലേ? ഇനി അവർ വന്ന് എടുത്തോണ്ടു അല്ലേ? അതെ, നല്ലൊരു വിഷമായി. എല്ലാം എടുക്കട്ടെ വണ്ടിയില്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാവിനെ എടുക്കണം, ഗുരുവായൂരപ്പനെ എടുക്കണം. നമ്മുടെ മൊട്ടത്തല ഒരു രാശി തന്നെയായിരുന്നു തോന്നുന്നു. നമ്മുടെ മൊട്ട ചെയ്തിട്ട് കുറേ നാളെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ പോയി. ഇപ്പം മാത്രം ഇവിടെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പുണ്ട്, വിഘ്നേശ്വരുണ്ട്, മാതാവുണ്ട്, നമ്മുടെ മൊട്ടക്കുട്ടിയുണ്ട്. എല്ലാവരും കൊണ്ട് പോവാ. കുട്ടികളൊന്നും ഒരു വീക്കെൻഡ്സ് ആയിരുന്നു. കുട്ടികൾ എപ്പോഴും ഞങ്ങൾ വണ്ടിയിലുണ്ട്. അത് മൊട്ട രൂപത്തിലല്ലെങ്കിൽ ഇഷ്ടമായി ഉണ്ടല്ലേ? കവറുണ്ട്. അങ്ങനെ 5 വർഷമായിട്ട് നമ്മുടെ കൂടെ കൂടിയ കാറാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഒരു വിഷമം എത്രത്തോളമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഒരു സെക്കൻഡ് നമ്മുടെ കാറിനായിരിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്, നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കാർ ഇപ്പം എവിടെയാണ് എന്ന് പോലും അറിയില്ല.
നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിൽ പോകുമ്പോണ്ടാകുന്ന ഒരു ഫീലിങ്സിലും കാണുമ്പോൾ ആ ഒരു ഫീലിങ്സിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. ഭയങ്കര ടെൻഷൻ വെച്ചാൽ ഭയങ്കര ടെൻഷൻ. ഇനി ബാറ്ററി വണ്ടി നോക്കണം. ശരിയായിട്ടൊന്നുമില്ല. നമ്മൾ നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്നും റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും വില നമ്മുടെ വണ്ടി വിചാരിച്ചതിൻ്റെ അപ്പുറം നമുക്ക് ഈ വണ്ടി വില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കാര്യം എന്തായാലും ആ അന്നേട്ടൻ നോക്കി നിൽക്കുന്ന ഫീലുണ്ടല്ലോ. ഓ അന്നേട്ടൻ്റെ എനിക്ക് അറിയുന്നുണ്ട്. ആ കണ്ണുകളിലൂടെ അന്നേട്ടൻ്റെ നെഞ്ച് പൊട്ടണത് എത്രത്തോളം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് ഒരു മാസം ഇങ്ങനെ പോയി 10, 30, 40,000 പെട്രോൾ അടിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ സ്കൂളിൽ നമുക്ക് ഓട്ടമുണ്ട് വണ്ടിക്ക്. ഓരോ കാരണവശാലും ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചത്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ചാർജിങ്ങിന് നമുക്കൊരു 300 കിലോമീറ്ററൊക്കെ ഫുൾ ചാർജിന് 300 കിലോമീറ്ററൊക്കെ പോകാമെന്നാണ് പറയണത്. 400 അവിടെ വരെ പറയണ്ടെങ്കിലും 300 350 നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വണ്ടി നമ്മളെ ഓടിക്കുമ്പോ അത് തോന്നില്ല, പോകുമ്പോഴെ വിഷമമാണ്. ചേട്ടാ ആട്ടെ അങ്ങനെ ദേ ആ വണ്ടി പോയതിൻ്റെ വിഷമത്തിൽ സത്യമാണ് അനുവേട്ടൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോഴേക്കും എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ തോന്നിയിട്ട് വേറെ ഒന്നുമില്ല. സത്യം നമ്മളിങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെയും കെട്ടിപ്പിടിച്ചത് സമാധാനിപ്പിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടിയിട്ടല്ല, നമുക്കത് നല്ലൊരു ആശ്വാസമാണ്, നമ്മുടെ മനസ്സിനൊരു ആശ്വാസമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് അതിനേറെ പൊട്ടിയിട്ടാണ് ഞാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എന്താ വണ്ടി പോയി വിഷമത്തിലിരിക്കുകയാണ് കേട്ടാ. എന്താ ചേട്ടാ നമ്മുടെ വിൽക്കാൻ ഓരോ സാഹചര്യങ്ങളല്ല. ഡോട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അടിങ്ങനെ അടിക്കുകയാണെങ്കിൽ ആ പോയി പിന്നെ അപ്പം ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സത്യം ഞങ്ങളുടെ ലൈഫിന് എന്തോ ഒന്ന് പറിച്ചെടുത്ത് പോണ പോലത്തെ ഒരു ഫീലാട്ടോ ഇത്. നമുക്ക് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇത്രയും ഫീല് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ അടുത്ത് പോകുമ്പോൾ ഉണ്ടാവും നമ്മുടെ ഒരു വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് നമ്മുടെ എന്താ പറയുക അത്രയും അടുത്തൊരാൾ പോണ ഫീലാണ്. വണ്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യം നിസ്സാര ഒരു വണ്ടിയാണ്. ആലോചിക്കുമ്പോൾ ഒരു ഞാൻ പലരും കണ്ടിട്ട് വണ്ടി പിന്നെ എന്താ ഒരു വണ്ടി മാറ്റിയൊരു വണ്ടിയാണ്. പക്ഷെ അല്ല കേട്ടോ, നമുക്ക് എന്തും ലൈഫിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പുറമെ നിന്നിട്ട് പലരും നമുക്ക് ജഡ്ജ് ചെയ്യാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ ഒരിക്കലല്ല, അവനവൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെ നടക്കുമ്പോഴാണ് നമുക്കത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച് അല്ലേ ഭയങ്കര ആഗ്രഹമായിരുന്നു അന്നേട്ട് വണ്ടി ഓടിച്ച് എൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പോകണം എന്നുള്ളത് ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതൊരു 5 വർഷമായിട്ട് ആ ഒരു സീറ്റ് എൻ്റെ അന്നേട്ടൻ പറഞ്ഞോടെ വെറുതെ ഇങ്ങനെ പോലെ എല്ലാ ഫാമിലിയിലും മക്കളിരിക്കും, അച്ഛൻ അമ്മമാർ ബാക്കിലിരിക്കും, മക്കൾ അങ്ങനെയല്ല. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പം അന്നേട്ടൻ ഞാൻ കൂടെ ഒരുമിച്ച് ഇന്ന വരെ ഞാൻ അങ്ങനെ ബാക്കിലില്ല. അപ്പം ഇന്നേക്ക് ഒരു 1-2 പ്രാവശ്യം അങ്ങനെ എവിടെ ചേട്ടൻ അങ്ങനെ 1-2 ആൾക്കാർ അങ്ങനെ കയറിയിട്ട് മാത്രമേ ഞാൻ ബാക്ക് സീറ്റ്. അത് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ടാട്ടോ ഏട്ടനായാലും. അത് നമ്മുടെ റെസ്പെക്റ്റാണ് നമ്മുടെ ഏട്ടൻ. അത് എനിക്ക് സന്തോഷം. ഇപ്പം പൊന്നുവിൻ്റെ വണ്ടിയിലായാലും അച്ഛൻ്റെ ഇങ്ങോട്ട് പോകുമ്പോഴും പോയി അന്വേഷണൻ്റെ ഫ്രണ്ടിലിരിക്കട്ടെ, പൊന്നു ബാക്കിലാണ് എനിക്ക് അവരൊറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണതാണ്. മറ്റൊരു നമ്മളേക്കാൾ വയസ്സ് മുതൽ അങ്ങനെ ഞങ്ങളുടെ ലൈഫിലുണ്ട്. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ബാക്കി ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പോലും നേരേക്ക് കുഞ്ഞ് ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്നും പറയില്ല, പൊന്നു എപ്പോഴേലും ഇരുന്നില്ല. അത് ആ സീറ്റ് എന്നും എനിക്ക് പ്രിയപ്പെട്ടായിരുന്നു. രാവിലെ വന്നിറങ്ങിയപ്പോഴും ഭയങ്കര ഒരു വിഷമം. ഇപ്പം ഞങ്ങൾ പോയിട്ടൊന്ന് അതിന് ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും വണ്ടി ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം. പക്ഷെ ആ വണ്ടി ആരുടെ കയ്യിലാണ് വന്ന് പെടാന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഭയങ്കര വിഷമം. ആരുടേലാണെങ്കിലും ആ വണ്ടി പൊന്നു പോലെ നോക്കട്ടെ അല്ലേ.
ഇന്ന് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. വിശക്കണ്ടേ? അത്ര വിശപ്പൊക്കെ പോയി. കുറെ നാളായിട്ട് പല തരത്തിൽ നമ്മൾ ഭക്ഷണം ഒരു തരത്തിലാണ് പല തരത്തിൽ നമ്മുടെ അപ്പല്ലേ നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുന്നത് ഒരിക്കലും പുതിയ വണ്ടി മേടിക്കാനൊരു ആഗ്രഹം കൊണ്ടോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ അടിച്ച് പോകേണ്ട കാര്യം എളുപ്പമല്ല. അപ്പോൾ ഉണ്ണോളേനും സ്കൂൾ വണ്ടിയിലാണ് ഉണ്ണോളെ കൊണ്ടാക്കി കൊണ്ടുവരിക. അപ്പോൾ മാസം നമുക്ക് ഇങ്ങനെ പോയാലും ഒരു സംഖ്യ പെട്രോൾ വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ വീട്ടിൽ സോളാർ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പെട്രോളിലേക്ക് നോക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നല്ല. ഒന്നും ശരിയായിട്ടൊന്നുമില്ല, ഒക്കെ നോക്കണമല്ലോ. ഒന്നും ശരിയായിട്ടൊന്നുമില്ല, ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും നമ്മൾ ഈ വണ്ടി നമ്മൾ ഇത്ര രൂപ കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റേറ്റിന് ആ വണ്ടി നമുക്ക് വരും. അത് ആരോട് പറയുമ്പോഴും അതൊരു ലക്കിയാണെന്ന് പറഞ്ഞത്. ഇത്രയും റേറ്റിന് 5 വർഷം ഞാൻ ഉപയോഗിച്ച വണ്ടി ഇത്രയും ഒരു ഹൈ ലെവലിൽ തന്നെയാണ് നമുക്ക് സെയിലായിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും റേറ്റിനാണ് ഈ വണ്ടി നമുക്ക് സെയിലാകുന്നത്. നമ്മളിപ്പോൾ അത് സെയിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നവരും വണ്ടിയല്ല. ഇപ്പോൾ പഴകിക്കൊണ്ടിരിക്കുന്നവർ നമുക്ക് ഇത്ര റേറ്റോ കാര്യമോ കിട്ടും. അപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടെ നാൾ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ചിന്തിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടിക്ക് ഇത്ര റേറ്റ് കിട്ടില്ല. അപ്പോൾ ഈ നല്ല റേറ്റിൽ ഞങ്ങൾ വേണം വേണ്ട വെച്ച് പറഞ്ഞുകൊണ്ട് നല്ല റേറ്റിലാണ് വണ്ടി പോയത്. എന്തായാലും വണ്ടി എടുക്കണവരാരായാലും പൊന്നു പോലെ നോക്കുന്നു, പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക. എന്നെങ്കിലും എനിക്ക് ഞങ്ങൾക്ക് കാശൊക്കെ ആവുകയാണെങ്കിൽ ആ വണ്ടി ഞങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ച് തരികയാണാവും. ആരായാലും തരുന്നു പ്രതീക്ഷിക്കുക. അങ്ങനെ ഒരാളേലായിരിക്കട്ടെ ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ അറിയോ ഇല്ലയെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ വണ്ടി ആരുടെയിലാണ് വന്ന് പെടാതെ പോലും ഞങ്ങൾ അറിയില്ല. അപ്പം എങ്ങനെയും അറിയുകയാണെങ്കിൽ ആരെങ്കിലും കറണ്ടോണ്ടാണ് മേടിക്കുന്നത് വെച്ചാൽ എങ്ങനെയും ഞങ്ങളെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഒന്നുമില്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ അങ്ങനെ അല്ലേ. ഇപ്പം നമ്മൾ വണ്ടി കൊണ്ട് ഇങ്ങനെ കച്ചവടക്കാരാണ് കേട്ടോ. നമുക്കങ്ങനെ ആർക്കാണ് വണ്ടി പോകാൻ എന്താണെന്നൊന്നും നമുക്കല്ല. എന്തായാലും വണ്ടി എടുക്കുന്നത് ലക്കിയായിരിക്കും. ഈ ഒരു വണ്ടി 5 വർഷം ഞങ്ങളിവിടെ ഒരു ചിറ്റിക്കലോ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു ആപത്തുകളോ ഇല്ലാണ്ട് ഞങ്ങൾ കൊണ്ട് നടന്ന ഞങ്ങളുടെ വണ്ടിയാണ്. വണ്ടിയൊക്കെ മേടിക്കാൻ ഒരു രാശിയാണ്. ഞങ്ങളുടെ വിഘ്നേശ്വരൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഷോപ്പ് വിഘ്നേശ്വരൻ്റെ അടുത്തായിരുന്നു നമ്മളെ പൂജ. അത് ഞങ്ങൾക്ക് സാരിയിലേക്ക് നമ്മൾ ആ വണ്ടി എടുത്തോണ്ട് നമ്മുടെ ഗണപതി അമ്പലത്തിൽ കക്കാട് അമ്പലത്തിലായിരുന്നു നമ്മൾ പൂജിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഘ്നേശ്വരൻ ഞങ്ങളെ 5 വർഷം കാത്തു. ആ വിഘ്നങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ആ വണ്ടി ഞങ്ങൾക്ക് പൂജിച്ചിട്ടത്. ഒരു മിനിറ്റ് കോള് വരുന്നത്. അപ്പം ഇന്ന് ഉച്ചത്തേക്ക് ഞങ്ങൾക്ക് ഫുഡ് കയ്പ്പയ്ക്കും കോഴിമുട്ട കൊണ്ടിട്ട് തോരൻ ഉണ്ടാക്കിയത്, ബീട്രൂട്ട് സലാഡ് കേട്ടോ. ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ഇങ്ങനെയല്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റോക്കൊക്കെ ഇറക്കി വേണ്ടിയിട്ട് അപ്പം അതിൻ്റെയൊക്കെ വില ഇട്ട് ശരിയാക്കാൻ മിൽക്കോട്ടൻ്റെ ആണ് എന്താ ജോർജറ്റ് വരുന്നത്. എന്ത് രസം എന്ന് പറയുന്നത് കാണാൻ നല്ല. ആഹാ, കണ്ടു കഴിഞ്ഞാൽ ഓരോന്ന് ചോദിക്കാൻ തോന്നി വെറുതെ ചുമ്മാ. ദുഷ്ടാ, നിങ്ങളുടെ ഷോപ്പിന്റെ മോഡലാണ് ഞാൻ. നിങ്ങളൊരാൾക്ക് പ്രമോഷൻ കൊടുക്കണ്ട, ഞാനല്ലേ പ്രമോഷൻ ചെയ്യണേ. അപ്പൊ എനിക്ക് എന്തെങ്കിലും തരേണ്ട കടമ നിങ്ങൾക്കില്ലേ? നമ്മളൊരു ബിസിനസ് നടത്തുമ്പോ നമ്മൾ പരസ്യം ചെയ്യണ കാശ് കൊടുക്കോ? നിങ്ങൾക്കൊരു സാരി തരാൻ വയ്യ. എന്നാലും ഞാൻ സാരി വയ്ക്കുമ്പോ അതിന് മൂളിച്ചൊന്നില്ല, ചെറിയിൽ അവസാനിപ്പിക്കുന്നത് കാണണതേ. കവറുള്ള എവിടെ പോയി? കവർ ജോർജറ്റിൻ്റെ ഇതാ മസ്റ്റേർഡ് യെല്ലോ വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇത് ചുരിദാറല്ല, സാരിയാണ്. മസ്റ്റേർഡ് യെല്ലോയിൽ വന്ന സാരിയാണ്. അതേപോലെ നല്ല അടിപൊളി ഇതിൽ കാണുന്ന പോലത്തെ ഒരു ഓറഞ്ച് അല്ല, സൂപ്പർ ഓറഞ്ച് അതും വന്നിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് തരുമോ? മസ്റ്റേർഡ് യെല്ലോ തരുമോ? ബ്ലാക്ക് തരുമോ? എന്നാലേ ഞാൻ ആ ഓറഞ്ച് കണക്കായിട്ട് ഫ്രൂട്ട്സ് പരസ്യം കൊടുത്തോണ്ട് കേട്ടാ. എനിക്ക് വേണ്ട. ഈ റോയൽ ബ്ലൂ തരുമോ? റോയൽ ബ്ലൂ അമ്മേ, അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇന്നെ ഭംഗിയിലാണെന്ന് ഒരാഗ്രഹമില്ല കേട്ടോ. സത്യമായിട്ടും
ഞാൻ മൽമലക്കോട്ട എടുത്തപ്പോൾ ഉണ്ണീനെ അന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. മൽമലക്കോട്ട ഇട്ടന്ന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇപ്പം എന്താ ഭംഗി പോയിയാണ്. നിങ്ങളോട് വെച്ചാൽ എന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതിന് മറുപടി നിങ്ങൾ തന്നെ കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഒരു 4-5 വർഷം മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ പണ്ടത്തെ സൗന്ദര്യം കാണാന്ന്. അതിനെന്താ ഒരു കുഴപ്പമില്ല, സൗന്ദര്യം കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അതാ തന്നെ. ഓരോരുത്തർക്ക് അസുഖങ്ങൾ വരുമ്പോൾ സൗന്ദര്യം പോകും, ഓരോ രീതിയിൽ വരും. പറയണ ശ്രുതിക്ക് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം വരെ നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയോ അങ്ങനെയൊക്കെയല്ല എല്ലാവരുടെ കാര്യം ജീവിതത്തിൽ അങ്ങനെ. അതെ, എനിക്ക് 2 പ്രസവം കഴിഞ്ഞപ്പോൾ റെസ്റ്റോ കാര്യങ്ങളോ കിട്ടിയ ഹോർമോണിന്റെ ചേഞ്ച് വ്യത്യാസത്തിന് ഞാൻ കുറച്ച് നിറം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിലൊക്കെ കുറച്ച് നിറം കുറവ്. പിന്നെ മൊബൈലാണല്ലോ ഏറ്റവും വില കുറവുണ്ട്. അന്നാണ് നമ്മുടെ വീട്ടിൽ വെളിച്ചം വെട്ടമൊന്നും ഇല്ലാത്ത കാലം കിട്ടും. ഇപ്പം ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് വെട്ടം വെളിച്ചൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ ഫോണിൽ നല്ലതായത് കേട്ടോ. അത്യാവശ്യം നിറമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പണ്ടത്തെ ഫോട്ടോസുകളൊക്കെ ഞാനാണെങ്കിൽ ഇട്ടുതരാം. അല്ലാണ്ട് എനിക്കിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നെ നേരിട്ട് കാണുന്നവർക്ക് അറിയാൻ നേരം ഉണ്ടായിരുന്നു ഇല്ലേ എന്നൊക്കെ. പിന്നെ കുണുക്കീനെ പ്രസവിച്ചിട്ടാണ് ഞാൻ ഭയങ്കര ഹോർമോണിച്ച്. കുണുക്കന്മേലേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുണുക്കനെ പ്രസവിച്ച സമയത്തുള്ള ആൽബം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോട്ടെന്ന് നേരില്ലാത്തല്ല ആ ആൽബത്തിന് നിങ്ങൾ നോക്കി എനിക്ക് നേരത്തെ വ്യത്യാസമുണ്ടോ കുറവുണ്ടോ എന്ന് എങ്ങനെയാണ്. പിന്നെ കുണിക്കീനെ പ്രസവിച്ചോട് കൂടിയിട്ട് ആ സമയം നമ്മൾ വളരെ മോശം. ഒരു ഗർഭകാലത്ത് കഴിക്കേണ്ട ഒരു ഫുഡോട് ഞാൻ കഴിച്ചിട്ടില്ല. പ്രസവിച്ചിട്ട് എനിക്ക് പ്രസരക്ഷയോ റെസ്റ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള തകർച്ച അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി അങ്ങനെ ആ സമയത്തുള്ള ഒരു കോലം അങ്ങനെയായിരുന്നു. അല്ലാണ്ട് എൻ്റെ സൗന്ദര്യം എനിക്ക് സൗന്ദര്യം 4 കൊല്ലം മുന്നത്തെ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. 27 കൊല്ലം മുന്നത്തെ സൗന്ദര്യം ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സൗന്ദര്യം ഉണ്ടായിരുന്ന ആളാണ്. പറഞ്ഞിട്ട് എന്താ ചെയ്യുക, ഓരോ സാഹചര്യങ്ങളെ മക്കളെ ഇതൊന്നും ഇത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ വെയിലും മഴയൊക്കെ കൊള്ളുന്ന ആൾക്കാരല്ലേ. കുറച്ചിലൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. തിരിക്കുകയാണ് നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള സാരി. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതോടെ ഞാൻ സാധാരണക്കാരി വീട്ടമ്മയാണ്. അതുകൊണ്ട് എനിക്ക് ബിസിനസ് പരമായിട്ടുള്ള വലിയത് എനിക്ക് സംസാരിക്കാനൊന്നും അല്ല. പക്ഷേ കളർ നല്ലതാണെങ്കിൽ നല്ലത്, മെറ്റീരിയൽ നല്ലതാണെങ്കിൽ നല്ലത്, പറയും കാണാൻ ഭംഗിന് അത്രേ ഇരിക്കാറുള്ളൂ. ഇതൊരു ഭയങ്കര. അപ്പം ഇതൊക്കെ ഒരുപാട് വിരിച്ചിങ്ങനെ കാണിച്ചാൽ അപ്പം ഇതാണ് മുന്താണി വരുന്നത്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ടെങ്കിൽ വിത്ത് ബ്ലൗസ് ഈ ഒരു തന്നെ വരും കേട്ടോ. കൈമിക്ക് ഇങ്ങനെ ഈ ഒരു കാര്യമായിട്ട് അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട്